ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ വന്ന LDC പരീക്ഷയുടെ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. കാസർഗോഡ് ജില്ലയിലെ LDCയുടെ കട്ട് ഓഫ് 59.33 മാർക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ 72.67 മാർക്കാണ് ഇപ്രാവശ്യത്തെ കട്ട് ഓഫ്. പാലക്കാട് ജില്ലയിൽ 64 മാർക്കാണ്. കണ്ണൂർ ജില്ലയിൽ 57 മാർക്കാണ് കട്ട് ഓഫ്. എറണാകുളം ജില്ലയിൽ 67.67. പത്തനംതിട്ട ജില്ലയിൽ 58.33 മാർക്കാണ്. കോഴിക്കോട് ജില്ലയിൽ 69.33 മാർക്കാണ്. വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ 67.67 മാർക്കാണ്. തൃശ്ശൂർ ജില്ലയിൽ LDCയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 60.33 മാർക്കും. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വന്ന കട്ട് ഓഫ് 62.67 മാർക്കുമാണ്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതിയത് എന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. മാത്രമല്ല ചിലർ കഴിഞ്ഞ പ്രാവശ്യം LDCയുടെ പരീക്ഷയുടെ കട്ട് ഓഫ് കൂടിയ ജില്ല മാറ്റി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്വന്തം ജില്ല മാറ്റിക്കൊടുത്ത് എഴുതി കട്ട് ഓഫ് കൂടിയവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഹാജരിട്ട് പോകണേ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ജില്ലയല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് കട്ട് ഓഫ് നോക്കി, മെയിൽ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം നോക്കി, വാക്കൻസിയുടെ എണ്ണമൊക്കെ നോക്കിയിട്ട് മാറ്റി വേറെ ജില്ല കൊടുത്ത് അവിടെ ഭാഗ്യവശാൽ എഴുതി പരീക്ഷയിൽ കട്ട് ഓഫ് കുറഞ്ഞ കൂട്ടർ നിങ്ങളുടെ കൂട്ടത്തിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം മുൻപൊക്കെ നമ്മൾ ചില സമയത്ത് പരീക്ഷ എഴുതിയിട്ട് സ്വന്തം ജില്ല മാറ്റി കൊടുത്തിട്ട് സ്വന്തം ജില്ലയേക്കാൾ കൂടുതൽ കട്ട് ഓഫ് വാങ്ങി പണി കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥികളൊക്കെ നമുക്കറിയാവുന്ന കൂട്ടുകാർ നമ്മളുൾപ്പെടെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതായത് സ്വന്തം ജില്ലയിൽ ഇപ്രാവശ്യം എഴുതാതെ അടുത്ത ജില്ലയിൽ എഴുതി എന്നിട്ട് അവിടുന്ന് കൂടുതൽ കട്ട് ഓഫ് വാങ്ങി സ്വന്തം ജില്ലയിലേക്ക് വന്നപ്പോൾ അപ്രാവശ്യം സ്വന്തം ജില്ലയിൽ കട്ട് ഓഫ് കുറവായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും LDCയുടെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതുവരെ വന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ലിസ്റ്റൊക്കെ ഇപ്പോൾ വളരെ വളരെ ചെറുതായി വരികയാണല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലിസ്റ്റ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ചെറുതാവുന്നത്? ഈ ചെറുതാവുന്നത് നമുക്ക് ഗുണകരമാണോ? പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമാണോ? നിങ്ങളുടെ ഒരു പോയിന്റ് എന്താണ് ഇതിനെക്കുറിച്ച് എന്നുള്ളതും കൂടി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നാളെ മറ്റു ജില്ലകളുടെ റിസൾട്ടും വരുന്നതായിരിക്കും. സോ നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.